ഹെൽത്ത് കെയർ ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തായിരിക്കും ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അയർലൻഡിൽ. വെൽ എലിജിബിൾ, ക്വാളിഫൈഡ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവിടെ വന്ന് സ്റ്റഡി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൺ പ്രൊഫഷനിൽ തന്നെ ജോബ് കിട്ടുന്ന കാൻഡിഡേറ്റ്സ് കുറേ അധികം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് IT സെക്ടർ, ഹോട്ടൽ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലുമൊക്കെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ്, ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ അവരുടെ ഓൺ പ്രൊഫഷനിൽ തന്നെ അവർ ജോബ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിൽ ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അവരവിടെ വന്ന് QQI ലെവൽ 5 എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആകാനായിട്ടുള്ള ഒരു കോഴ്സ്. അതിന് 3 മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ 8th മോഡ്യൂൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. 320 hours സംതിങ്. അപ്പോൾ അവരത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്രയും വർക്ക് ചെയ്ത് സ്റ്റഡിയുടെ പാർട്ടായിട്ട് തന്നെയാണ് ആ വർക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ ഫുള്ളി എലിജിബിളായി പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്, മറ്റ് സെക്ടറിലുള്ള കാൻഡിഡേറ്റ്സ് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്.